എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു മേനോൻ അതിരൂക്ഷമായ ആരോപണവുമായി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണാൻ പറ്റാത്ത രീതിയിൽ കാണുകയും അതിന്റെ എല്ലാം ഫോട്ടോകൾ കയ്യിലുണ്ട് എന്നും പോലീസ് സഹായം ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് സഹായിച്ചില്ല എന്നും എല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞ് ബിന്ദു മേനോൻ ലോകത്തെ ഈ സംഭവങ്ങളെല്ലാം അറിയിച്ചു. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കേരളത്തിലെ യുവജനങ്ങൾ അതിഭയങ്കരമായ സമരത്തിലേക്ക് നീങ്ങി. യുവജനങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കേരളത്തിൽ സമരമുഖത്താണ്. യുവമോർച്ചയായാലും ശരി, യൂത്ത് ലീഗ് ആയാലും ശരി, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, എല്ലാ പ്രതിപക്ഷ സംഘടനകളും, എല്ലാ യുവജന സംഘടനകളും, പ്രതിപക്ഷ യുവജന സംഘടനകളും എല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്കെതിരെ ഇപ്പോൾ കേരളത്തിൽ സമരമുഖത്താണ്. എന്നാൽ ഇന്നലെ രാത്രി ഗണേഷ് കുമാർ, ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മന്ത്രി ബിന്ദു മേനോനെ വിളിക്കുകയും പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു എന്നും രമ്യതയിൽ പരിഹരിച്ചു എന്നും ഇത് കേസില്ല എന്നും ഇനി ഇത് കുത്തിപ്പൊക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിന്ദു മേനോന്റേതായ ഒരു പ്രസ്താവന ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ബിന്ദു മേനോന്റെ ഭർത്താവ് മാത്രമല്ല, ഇപ്പോൾ കേരളീയരുടെ മൊത്തം ഗതാഗത മന്ത്രിയാണ്. അതുപോലെ തന്നെ പത്തനാപുരത്തു നിന്നുള്ള ജനപ്രതിനിധിയാണ് ഗണേഷ് കുമാർ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചത്. അതും ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു. പത്രമാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ അറിയിച്ചതാണ് ഈ ആരോപണം. അത് ഇന്നലെ രാത്രി വീണ്ടും ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ച് അത് പ്രശ്നം സോൾവ് ചെയ്യണ കാര്യമല്ല ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം, ഭാര്യ ഉന്നയിച്ച ആരോപണം. ഗണേഷ് കുമാർ വെറുമൊരു ബിന്ദു മേനോന്റെ വെറുമൊരു ഭർത്താവാണെങ്കിൽ ഇത് നിങ്ങൾ തമ്മിൽ പ്രശ്നം സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഫാമിലി മാറ്റർ, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അത് അങ്ങനെ പോകും. പക്ഷെ ഗണേഷ് കുമാർ എന്ന വ്യക്തി ഇപ്പോൾ കേരളീയരുടെ മൊത്തം ഗതാഗത മന്ത്രിയാണ്. അതുപോലെ തന്നെ പത്തനാപുരത്തുകാരുടെ ജനപ്രതിനിധിയാണ്, MLA ആണ്. അതുകൊണ്ട് ആ പ്രശ്നം നിങ്ങൾ മാത്രം തീർത്താൽ തീരാവുന്നതല്ല. നിങ്ങൾ മാത്രമായിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ചിട്ട് ബിന്ദു മേനോന്റെ വെറും ഒരു ഭർത്താവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം. അങ്ങനെ ഗണേഷ് കുമാർ രാജിവെച്ച് മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ MLA സ്ഥാനവും രാജിവെച്ചിട്ട് ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ശരിയാണ്. ഇപ്പോൾ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. കാരണം കേരളീയരുടെ മൊത്തം ഗതാഗത മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ. അതുപോലെ തന്നെ പത്തനാപുരത്തെ ജനപ്രതിനിധിയാണ് ഗണേഷ് കുമാർ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് സ്വന്തം ഭാര്യ ഇത്രയും അതിഭയങ്കരമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിനെതിരെ അന്വേഷണം നടക്കണം, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിരിക്കണം. ഗണേഷ് കുമാർ എന്ന ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കും വേണം. സ്വന്തം ഭാര്യയാണ് ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന. ഒരു രാഷ്ട്രീയ വിരോധികളും അല്ല ഉന്നയിച്ചിരിക്കുന്ന, ഒരു കോൺഗ്രസ്സുകാരനോ ഒരു BJPക്കാരനോ ഒരു ലീഗുകാരനോ അല്ല ഈ ആരോപണം ഉന്നയിച്ചത്. സ്വന്തം കുടുംബത്തിൽ തന്നെ സ്വന്തം ഭാര്യയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് പറഞ്ഞു തീർത്ത് സോൾവ് ആക്കാവുന്ന പ്രശ്നമല്ല. കാരണം കേരളത്തിന്റെ മന്ത്രിയാണ് ഗണേഷ് കുമാർ. ഈ മന്ത്രിസഭയ്ക്ക് തന്നെ നാണക്കേടാണ് ഇനി അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് പ്രശ്നം പറഞ്ഞു തീർത്തോളുക. അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇത് അന്വേഷണം നേരിടേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വേറൊരു ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു.
എന്താ പോലീസ് സഹായം ചോദിച്ചിട്ട് പോലീസുകാർ വന്നിട്ട് സഹായിച്ചില്ല എന്ന്. ആ പോലീസുകാർക്കെതിരെയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥയും അന്വേഷിക്കണം. ഏത് പോലീസുകാരാണ് അവിടെ വന്നിട്ട് നടപടിയെടുക്കാത്തതെന്നും അത് സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഈ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഒരു സ്ത്രീ ഒരു ആവശ്യവുമായി ഉന്നയിച്ച 112 എന്ന നമ്പറിലേക്ക് വിളിച്ച പോലീസുകാർ വന്നിട്ട് പോലീസുകാർ നിയമപരമായ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാർക്കെതിരെയും അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും